ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നീ ക്ഷമിക്ക് എന്നൊരു വചനം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് ക്ഷമിച്ചാലുള്ള ഗുണം? നീണ്ട 70 വർഷത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ജീവിച്ചിരുന്ന, ആസ്വദിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നായി തിരിച്ചെടുക്കാൻ തുടങ്ങി. തന്റെ സന്താനങ്ങൾ, സമ്പത്ത്, ധനം പോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല തിരിച്ചെടുക്കാൻ തുടങ്ങി. മാത്രമല്ല അയ്യൂബ് നബിക്ക് മഹാരോഗം കൊടുക്കുകയും അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് ആരോഗ്യമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുകയും ചെയ്തു. ആരോഗ്യമൊന്നുമില്ലാതെ അവശനായ നിലയിൽ രോഗം ബാധിച്ച് കിടപ്പിലായ അയ്യൂബ് നബിയെ കണ്ട് സ്വന്തം ഭാര്യ അള്ളാഹുവിനോട് വേവലാതി പരാതികൾ പറയാൻ തുടങ്ങി. എന്നാൽ ഇത് കേട്ട ഉടനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നീണ്ട 70 വർഷത്തോളം നമ്മൾ അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും ആസ്വദിച്ചാണ് ജീവിച്ചത്. പെട്ടെന്ന് അള്ളാഹു ഒരു പരീക്ഷണം തന്നപ്പോൾ നമ്മൾ അവനോട് പരാതികൾ പറയാൻ പാടില്ല, വേവലാതി പറയുന്നത് ശരിയല്ല എന്നതാണ്. ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളിൽ ഒരു അവയവങ്ങൾ പോലും അനക്കാൻ പറ്റാത്ത നിലയിൽ കിടക്കുമ്പോഴും അയ്യൂബ് നബി അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, എന്റെ ശരീരത്തിൽ ചെറിയൊരു രോഗം ബാധിച്ചിട്ടുണ്ട്, ചെറിയൊരു രോഗം എന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത്രയും ക്ഷമയോടെ വിനയത്തോട് കൂടിയുള്ള ഈ ഒരു ദുആ കാരണമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയുടെ ദുആ സ്വീകരിച്ചത് പോലും. പെട്ടെന്ന് തന്നെ അയ്യൂബ് നബിയിൽ നിന്നെടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഇരട്ടിയായി തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഉർകുൽ ബിരിജ്ലിക് ഹാദാ മുഖ്തസനും ബാരിദും വശറാബ്. അയ്യൂബ് നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു അയ്യൂബ് നബിയുടെ കാല് കൊണ്ട് തറയിൽ അടിക്കുവാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ഉറവ പൊട്ടി. ആ വെള്ളത്തിൽ കുളിക്കുന്നതോടുകൂടി അയ്യൂബ് നബിയുടെ ശരീരത്തിലുള്ള എല്ലാ രോഗവും, അത് കുടിക്കുന്നതോടുകൂടി അകത്തുള്ള എല്ലാ രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുകയും ചെയ്തു. അത്രയും ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയിൽ നിന്ന് എടുത്ത എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ച് ഇരട്ടിയായിട്ടാണ് നൽകിയത് പോലും. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതും കാലുകൊണ്ട് ഭൂമിയിലടിച്ച പ്രവാചകൻ അയ്യൂബ് നബിയുടെ പ്രവൃത്തിയിലും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ചികിത്സ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, എന്നാൽ ശ്രമം അത് നമ്മളിൽ നിന്നുള്ളതാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും ക്ഷമയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.